ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. ആദിത്യയും മാന്ത്രിക ലോകവും. ഒരു മനോഹരമായ ഗ്രാമത്തിൽ ആദിത്യ എന്ന കുഞ്ഞ് താമസിച്ചിരുന്നു. അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൻ എല്ലായ്പ്പോഴും മൊബൈൽ ഗെയിം കളിക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റാലും ഗെയിം, ഭക്ഷണം കഴിക്കുമ്പോഴും ഗെയിം, പഠിക്കുമ്പോഴും ഗെയിം. അമ്മയും അച്ഛനും പലവട്ടം പറഞ്ഞു, മോനെ, കുറച്ചു സമയം പുറത്ത് കളിക്കൂ, കണ്ണിനും മനസ്സിനും വിശ്രമം വേണം. പക്ഷേ ആദിത്യ കേട്ടില്ല. ഒരു രാത്രി മഴയും മിന്നലും നിറഞ്ഞ സമയത്ത് ആദിത്യ തന്റെ ഫോണിൽ ഒരു പുതിയ ഗെയിം കണ്ടു. മാജിക് വേൾഡ്, എൻറ്റർ ഇഫ് യു ഡെയർ. അവൻ ആവേശത്തോടെ ഗെയിം തുറന്നു. അപ്പോൾ അപ്രതീക്ഷിതമായി ഫോൺ ശക്തമായി പ്രകാശിച്ചു. മുറി മുഴുവൻ നീല വെളിച്ചം നിറഞ്ഞു. ഒരു കാറ്റ് വീശി. അടുത്ത നിമിഷം ആദിത്യ ഗെയിമിന്റെ അകത്തെത്തിപ്പെട്ടു. അവൻ ചുറ്റും നോക്കി. വലിയ കാടുകൾ, പറക്കുന്ന പാറകൾ, സംസാരിക്കുന്ന മൃഗങ്ങൾ. അവൻ ആകെ പേടിച്ചുപോയി. അമ്മേ എന്ന് നിലവിളിച്ചു. അപ്പോൾ ഒരു ചെറിയ പ്രകാശപക്ഷി അവന്റെ മുന്നിലെത്തി. ആദിത്യ, ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 3 നല്ല കാര്യങ്ങൾ ചെയ്യണം, പക്ഷി പറഞ്ഞു. ആദ്യ പരീക്ഷണം: വഴിതെറ്റിയ കുഞ്ഞുമുയലിനെ വീട്ടിലെത്തിക്കുക. രണ്ടാമത്തെ പരീക്ഷണം: തകർന്ന പാലം ശരിയാക്കി ഗ്രാമക്കാരെ രക്ഷിക്കുക. മൂന്നാമത്തെ പരീക്ഷണം: സ്വന്തം ഫോൺ ഉപേക്ഷിച്ച് ഒരു സുഹൃത്തിന് സഹായം നൽകുക. ആദിത്യ ആദ്യം ആശയക്കുഴപ്പത്തിലായി. കാരണം അവൻ എല്ലായ്പ്പോഴും സ്വന്തം ഗെയിമിനെയാണ് പ്രധാനമാക്കിയിരുന്നത്. പക്ഷേ പതുക്കെ അവൻ മനസ്സിലാക്കി, യഥാർത്ഥ ജീവിതമാണ് ഏറ്റവും വലിയ ഗെയിം. അവൻ ധൈര്യത്തോടെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി. അവസാനം പ്രകാശപക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ജയിച്ചു ആദിത്യ, കാരണം നീ നല്ല മനസ്സ് തിരഞ്ഞെടുത്തു. പെട്ടെന്ന് വീണ്ടും വെളിച്ചം തെളിഞ്ഞു. ആദിത്യ തന്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ തിരിച്ചെത്തി. അമ്മയും അച്ഛനും അത്ഭുതത്തോടെ നോക്കി. ആദിത്യ ഫോൺ മേശപ്പുറത്ത് വെച്ചു. അമ്മേ, ഇനി ഞാൻ കുറച്ചു സമയം മാത്രമേ ഗെയിം കളിക്കൂ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മയും അച്ഛനും സന്തോഷത്തോടെ അവനെ ചേർത്തുപിടിച്ചു. ഗുണപാഠം: മൊബൈൽ ഫോണിനേക്കാൾ വലുതാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകവും യഥാർത്ഥ സ്നേഹവും. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.